നമസ്കാരം. ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. പാൽ, ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വസ്തുക്കൾ എന്നിവ കൊച്ചു കുഞ്ഞുങ്ങളുടെയോ മുതിർന്നവരുടെയോ തൊണ്ടയിൽ കുടുങ്ങി മരണം സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ അപൂർവമായെങ്കിലും കേൾക്കാറുണ്ട്. എന്താണ് ഇത്തരം ദാരുണമായ മരണങ്ങൾക്ക് കാരണം? നമ്മുടെ കണ്ടനാളത്തിൽ ഗ്ലോട്ടിസ് എന്നുള്ളൊരു അവയവമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ അന്നനാളം വഴി വയറ്റിലേക്കും നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ ശ്വാസക്കുഴലുകൾ വഴി ശ്വാസകോശങ്ങളിലേക്കും വഴിതിരിച്ചുവിടുന്ന ഒരു ട്രാഫിക് പോലീസാണ് ഈ ഗ്ലോട്ടിസ് എന്നുള്ള അവയവം. പല കാരണങ്ങൾ കൊണ്ടും ഈ ഗ്ലോട്ടിസ് ചിലപ്പോൾ പണിമുടക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വയറ്റിലേക്ക് പോകേണ്ട ആഹാര സാധനങ്ങൾ വഴിതെറ്റി ശ്വാസക്കുഴലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. കടുത്ത ശ്വാസമുട്ടൽ, ശ്വാസം എടുക്കുമ്പോൾ ഉള്ള ശബ്ദം, കണ്ണും നാക്കും വെളിയിലേക്ക് തള്ളുക, ശരീരം നീലനിറമാവുക തുടങ്ങിയ പല ലക്ഷണങ്ങളും ഈ സമയത്ത് കുട്ടികൾ കാണിക്കാറുണ്ടെങ്കിലും ഒരു ലക്ഷണം ഇല്ലാതെ തന്നെയും ചിലപ്പോൾ മരണങ്ങൾ സംഭവിക്കാം. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു തരത്തിലും പേടിക്കാതിരിക്കുക. യാതൊരു കാരണവശാലും തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുക്കൾ കൈ ഇട്ടെടുക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും അപകടം സംഭവിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. കുഞ്ഞിനെ നമ്മുടെ കൈവെള്ളയിലോ കൈത്തണ്ടയിലോ കമിഴ്ത്തി കിടത്തുക. തല താഴ്ത്തി വേണം കമിഴ്ത്തി കിടത്താൻ. എന്നിട്ട് നമ്മുടെ കൈപ്പത്തി കൊണ്ട് കുഞ്ഞിൻ്റെ പുറത്ത് തോളെല്ലുകൾക്കിടയിൽ 5 പ്രാവശ്യം സാമാന്യം ശക്തിയായി തന്നെ ഇടിക്കുക. ഈ സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു വെളിയിൽ പോയില്ലെങ്കിൽ കുഞ്ഞിനെ മലർത്തി കിടത്തുക. 2 വിരലുകൾ കൊണ്ട് കുഞ്ഞിൻ്റെ വയറിൻ്റെ മേൽഭാഗത്ത് വീണ്ടും 5 പ്രാവശ്യം ശക്തിയായി അമർത്തുക. ഇങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സാധാരണ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുക്കൾ പുറത്തു പോകാറുണ്ട്. കുറച്ചുകൂടെ വലിയ കുട്ടിയാണെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ പുറകിൽ നിന്നിട്ട് വയറിൻ്റെ വശങ്ങളിൽ കൂടി കൈ കുഞ്ഞിൻ്റെ വയറിൻ്റെ മുൻപിൽ വെക്കുക. ഒരു കൈ മുഷ്ടി ചുരുട്ടിയും മറ്റേ കൈ അതിൻ്റെ പുറത്തും വെച്ച് കുഞ്ഞിൻ്റെ വയറിൻ്റെ മേൽഭാഗത്ത് മേളോട്ട് സാമാന്യം ശക്തമായി തന്നെ തള്ളുക. ഇതിനെ ഹെംലിക് മാനുവർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുക്കൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് ഉടനെ തന്നെ കിടത്തരുത്. തല ഒരു 30 ഡിഗ്രിയെങ്കിലും പൊക്കി വെച്ച് വേണം എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ. വളരെയധികം ശ്രദ്ധിച്ചാൽ ഇത്തരമുള്ള അപകട മരണങ്ങൾ നമുക്ക് ഈസിയായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.